അമേരിക്കയ്ക്ക് വഴങ്ങാതെ ഇസ്രയേലിന് ഇനി മുന്നോട്ടു പോകാനാകില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈയിടെ നടന്ന സംഭവവികാസങ്ങൾ. ഗസയിൽ യുദ്ധം തുടരുന്ന ഇസ്രയേൽ സാമ്പത്തിക കാര്യങ്ങളിലും അടിയന്തര തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും അമേരിക്കയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്നാണ് നെതന്യാഹു സർക്കാരിന്റെ നിലപാട്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇസ്രയേൽ ചുമത്തിയിരുന്ന തീരുവയെ പൂർണ്ണമായും ഒഴിവാക്കാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരുങ്ങിയിരിക്കുകയാണ്. നേരത്തെ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ 98% അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഒഴിവാക്കിയിരുന്നെങ്കിലും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തിയിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ആഗോള വ്യാപാര നയങ്ങൾക്കനുസൃതമായി ഇസ്രയേൽ ഈ നിലപാട് പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ്. ഇസ്രയേലിന് അമേരിക്ക ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ്. 2024 മാത്രം $34 ബില്യൺ വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നത്. ഇതിൽ കൂടുതൽ നേട്ടമുണ്ടാകുമെന്ന് ഉറപ്പാക്കുന്നതിനാണ് ഇസ്രയേലിന്റെ ഈ പുതിയ നീക്കമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. വിപണി കൂടുതൽ തുറക്കുന്നതിന്റെ ഭാഗമാണിതെന്നാണ് നെതന്യാഹു സർക്കാരിന്റെ ഔദ്യോഗിക വിശദീകരണം. അതേസമയം ഈ നീക്കത്തിന് പിന്നിൽ വൻ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്നത് വ്യക്തമായ കാര്യമാണ്. ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ഇസ്രയേലിന് കൂടുതൽ സൈനിക സഹായങ്ങൾ നേടാനാകുമെന്ന് നെതന്യാഹു നേരത്തെ തന്നെ കണക്കുകൂട്ടിയിരുന്നതാണ്. ബൈഡൻ ഭരണകൂടം തടഞ്ഞുവെച്ച ആയുധ സഹായം ട്രംപ് നൽകുമെന്നുറപ്പുള്ളതിനാൽ അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങാതെ നിലനിൽക്കാനാകില്ലെന്ന നിലപാടാണ് ഇസ്രയേൽ സ്വീകരിക്കുന്നത്. ഗാസയിൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയുമായി കർക്കശമായൊരു ബന്ധം ഇസ്രയേലിന് പ്രതികൂലമായി ബാധിക്കും. ഇതിനിടയിൽ ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. രാജ്യത്തെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റിന്റെ തലവൻ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിരുന്ന എലി ഷാർവിത്തിന്റെ നിയമനം വെറും 24 മണിക്കൂറിനകം പിൻവലിക്കേണ്ടി വന്നതും ഈ പ്രതിസന്ധിയുടെ ഭാഗമാണ്. നെതന്യാഹുവിന് സർക്കാരിനകത്തുനിന്ന് തന്നെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. മുൻ നാവികസേനാ മേധാവിയായ ഷാർവിത്ത് 2023 നീതി വകുപ്പിലെ അഴിച്ചുപണിക്കെതിരെ നടന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിരുന്നതും അദ്ദേഹത്തെ പ്രധാന സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള നീക്കത്തിന് തിരിച്ചടിയായിരുന്നു. നിലവിലെ അവസ്ഥയിൽ ഇസ്രയേൽ എത്രയൊക്കെ ശക്തമായ ഒരു രാഷ്ട്രമെന്നതിന്റെ അവകാശവാദം ഉന്നയിച്ചാലോ അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിൽ മുന്നോട്ടു പോകാനാകില്ലെന്ന അവരുടെ ഭയം വ്യക്തമാണ്. യുദ്ധസഹായങ്ങൾ നിലനിർത്തുന്നതിനും വ്യാപാരത്തിലും മെച്ചപ്പെട്ട ഒരു ബന്ധം നിലനിർത്തേണ്ടതുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് തീരുവ ഒഴിവാക്കാനുള്ള ഇസ്രയേലിന്റെ തീരുമാനം. അതേസമയം നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രയേൽ എത്രത്തോളം ട്രംപിന്റെ ആവശ്യങ്ങൾ പാലിക്കുമെന്നും ഇത് രാജ്യാന്തര തലത്തിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാകും.